ഹലോ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പ്രീ ഷൂട്ട് വീഡിയോസും കാര്യങ്ങളും എല്ലാം എടുത്തു കഴിഞ്ഞു. ഇവിടുത്തെ പരിപാടി ഫുള്ള് കഴിഞ്ഞു കേട്ടോ. നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യുകയാണ്. നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകുന്നതെന്ന് പറഞ്ഞാൽ മാസ്റ്ററും ബാക്കിയുള്ള ടീമുകളും നിൽക്കുന്ന അവരുടെ ഫ്ലാറ്റിലേക്കാണ്. അവിടെ പോയിട്ട് അവരുടെ അടുത്ത് യാത്ര പറഞ്ഞിട്ടാണ് നമുക്ക് പോകേണ്ടത്. നമുക്ക് 2:30, അതായത് നമ്മളിപ്പോൾ രാവിലെ 10:30 മണിയായി. നമുക്ക് ഉച്ചയ്ക്ക് 2:45 നമ്മുടെ ട്രെയിൻ. നമ്മൾ മാംഗ്ലൂരിൽ നിന്നാണ് ട്രെയിനിൽ കയറുന്നത് കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് ബസ്സിൽ ഇനി മാംഗ്ലൂർ പോകണം. നമ്മളിപ്പോൾ ഉള്ളത് ഉടുപ്പിയിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഉടുപ്പിൽ നിന്ന് മാംഗ്ലൂർ ഒരു മണിക്കൂർ ഓട്ടം കാണും. അപ്പോൾ ഇവിടെ നിന്ന് 1 മണിക്കൂർ ഓട്ടം കഴിഞ്ഞ് അവിടെ എത്തി ഫുഡൊക്കെ കഴിച്ചിട്ട് രാവിലെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കയറി വെളുപ്പിനൊരു എത്ര മണിയാകും എത്തപ്പോൾ? ഓക്കെ, നാളെ വെളുപ്പിന് 4:30 ആകുമ്പോൾ നമ്മൾ ട്രിവാൻഡ്രം എത്തും. അപ്പോൾ നമ്മൾ ഇപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞാൽ നേരെ മാസ്റ്റർ അടുത്ത് പോകണം. ബാക്കിയുള്ള ടീമുകളുടെ അടുത്തെല്ലാം യാത്ര പറയണം. നമ്മുടെ ബാക്കി ടീമുകളൊക്കെ ഇവിടെ ഉണ്ട് എല്ലാവരും. ഇവിടെ അജയ് ഉണ്ട്, അനീഷ് ബ്രോ ഉണ്ട്, നമ്മുടെ ബ്രോ ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാം റെഡി ആയിട്ട് നിൽക്കുകയാണ്. നമ്മൾ നേരെ ഇനി മാസ്റ്ററൊക്കെ തങ്ങുന്ന സ്ഥലത്തേക്ക് പോട്ടെ. നമ്മൾ തങ്ങിയിരുന്ന വീടാണ്. നമ്മളിവിടെ നിന്ന് ഇനി പോവുകയാണ്. ഇനി രണ്ടാമത് വരുമ്പോൾ എവിടെയാണെന്ന് അറിയത്തില്ല. ഇനി ഒരു വര കൂടി ഉണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മൾ നമ്മുടെ മാസ്റ്ററും ബാക്കിയുള്ള ടീമുകളും നിൽക്കുന്ന അവിടെ ഫ്ലാറ്റിലെത്തിയിട്ടുണ്ട് കേട്ടോ. സായി രാധ സ്റ്റാർ ആ ബിൽഡിങ്ങിൻ്റെ പേരാണേ. ഇത് 2nd ഫ്ലോറിലാണ് നമ്മുടെ മാസ്റ്ററും ടീമൊക്കെ നിൽക്കുന്നത്. ബസ് എവിടെ കിട്ടുമെന്നുള്ള പരിപാടിയാണ് കേട്ടോ. നമുക്ക് എവിടെ നിന്ന് ബസ് കിട്ടുമെന്നൊരു പിടിയില്ല. അപ്പോൾ നമ്മുടെ രാജീവേട്ടൻ എവിടെ നിന്ന് കിട്ടുമെന്നുള്ളത് പറഞ്ഞു തരുവാണ്. ഓക്കെ, ബൈ. അപ്പോൾ നമ്മൾ ബസ് തേടിയുള്ള യാത്രയാണ് ഗൈസ്. എന്താണ് പറഞ്ഞ പുള്ളി? ഇന്നലത്തെ പോലെ നടക്കാണെങ്കിൽ നേരെ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ ചെല്ലാം. അവിടെ നിന്ന് വേണമെങ്കിൽ കയറി പോവാം. അല്ല വെച്ചാ ആട്ട ഓടിക്കുക. ഓക്കെ, ബസ് സ്റ്റാൻഡിക്കല്ലേ. അപ്പം നമ്മൾ ഓട്ടോ ചേട്ടന്മാരുടെ അടുത്ത് ചോദിക്കാം എന്താണെന്നുള്ള വകുപ്പ് അറിയത്തില്ല. നമ്മുടെ അടുത്ത് ഓട്ടോ ചേട്ടന്മാർ പറഞ്ഞ് തൊട്ടപ്പുറത്ത് നിന്ന് നമുക്ക് ഉടുപ്പി ബസ് സ്റ്റാൻഡിലേക്ക് ബസ് വരും. നമ്മളിതാ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ തന്നെ ബസ് വന്ന് അപ്പോഴേ തന്നെ പെട്ടെന്ന് ഓടി നമ്മൾ ആ ബസ്സിൽ കയറി കേട്ടോ. നമ്മളിപ്പോൾ നേരെ ഉടുപ്പിക്കാണ്. അപ്പോൾ നമ്മൾ ഉടുപ്പി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നിന്ന് മംഗളൂരു ബസ് കണ്ടുപിടിക്കണം. അത് ഏത് ഭാഗത്താണെന്ന് അറിയത്തില്ല. ഒരുപാട് ബസ്സുകളൊക്കെ ഉണ്ട്. ചോദിച്ചു നോക്കാം, മംഗളൂരു ബസ് എവിടെ കിട്ടുമെന്ന് ചോദിച്ചു നോക്കാം. നമ്മൾ കണ്ടറിയാവുന്ന നമ്മുടെ ചെറുക്കൻ കൊത്താൻ പോകുന്നുണ്ട്. ഓക്കെ, മുകളിൽ കയറി നിൽക്കാൻ പറയുന്നുണ്ട് കേട്ടോ. മേളിൽ കയറി നിൽക്കാം. അത് അമ്പലമല്ലേ, എക്സിബിഷന് അല്ലല്ല, അമ്പലമല്ല. നമ്മൾ വന്ന വണ്ടിയാണ് പോണത് കേട്ടാ. നമ്മളിവിടെ ഇറങ്ങിയിട്ട് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞു. എടാ, റെയിൽവേ സ്റ്റേഷൻ എങ്ങോട്ടാടാ? ചോദിച്ചു നിന്റെ മാപ്പ് എടുപ്പോൾ അങ്ങോട്ടാണോ കാണിച്ചേ? നമ്മൾ
നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുനിന്ന് നിൽക്കുകയാണ് കേട്ടോ. ബസ് പോയി റൂട്ട് അങ്ങനെ നമ്മളിവിടെ ചോദിച്ചപ്പോൾ ഒരു 800 മീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. വലതോട്ട് പോകാൻ പറഞ്ഞു. മംഗളൂരു സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എൻ്റെ വായിക്കാത്തോട്ടല്ല. സെൻട്രൽ വേറെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടെന്ന് അറിയത്തില്ല. നമ്മളെന്തായാലും പോയി നോക്കാം. അനീഷേ, അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ മംഗളൂരു സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 2:45 ട്രെയിൻ. അനീഷേ, ഫുഡ് കഴിക്കുന്നുണ്ടോ? ഫുഡ് കഴിക്കാന്ന് വെച്ചാൽ വയറ് എനിക്കും വിശപ്പായിട്ടില്ല. പക്ഷേ നമ്മൾ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഫുഡ് 2:20 ഒന്ന് കറങ്ങി വല്ല വെള്ളം വല്ല കുടിച്ചിട്ട് സ്റ്റേഷൻ്റെ അകത്ത് കാണുമോ? ഭയങ്കര വെള്ളം വല്ലോ ജ്യൂസ് വല്ലോ. നമ്മൾ ടൈം കുറച്ചുള്ളത് കൊണ്ട് നമ്മൾ ചെറിയ രീതിക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കാനായിട്ട് പോകുന്നു കേട്ടോ. അപ്പം ഈ പറഞ്ഞ പോലെ 2:45 ട്രെയിൻ. അപ്പോൾ നമ്മൾ 2:20 ഓക്കെ 2:20 ട്രെയിൻ. അപ്പോഴത്തേക്ക് നമ്മൾ ഇപ്പോൾ ഒന്ന് കഴിക്കാതെ കയറി ഇരുന്ന ട്രെയിനിലിരിക്കുമ്പോൾ മാറ വിശപ്പായിരിക്കും. അതുകൊണ്ട് എന്തെങ്കിലും ചെറിയ രീതിക്ക് ഒന്ന് കഴിക്കാമെന്നുള്ള പ്ലാനിലാണ് പോകുന്നത്. നോക്കട്ടെ. നമ്മൾ ലൈം ജ്യൂസും നമുക്ക് പൊടി എന്ന് പറഞ്ഞപ്പോൾ അന്ന് അവിടുന്ന് മറ്റേ 5 ബജി വന്നില്ലേ? ബജിക്കകത്ത് ബണ്ണിന്റെ ഉള്ളിൽ മറ്റേ 4 നല്ലതാ. കേട്ടോ മിക്സ് 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 മിക്സാ. ആ അത് മിക്സ് മിക്സ് എന്ന് പറഞ്ഞാൽ എല്ലാം മിക്സ് എടാ പഞ്ചാരയും ഉപ്പും. അപ്പോൾ ചിക്കൻ തന്നെ എന്തോ. അതെ അതെ മാൻ. ഇത് ആരുടെ കയ്യിലാടാ ഇതിന്റെ കൺട്രോള്? പിന്നെ ഉള്ളത് ഇപ്പൊ മഞ്ജുവാരുടെ കയ്യിലാണ്. പക്ഷെ ഇറക്കം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഈ ഇറക്കം മാത്രമേ ഇറക്കാവുള്ളൂ. അത് മാത്രം സൂമയായിരുന്നു. കേട്ടാ നമുക്ക് 4ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. ട്രെയിൻ ഇവിടെ ഉണ്ടെന്നാണ്, എത്തിയിട്ടുണ്ടെന്നാണ് കാണിച്ചിരിക്കുന്നത്. സംഭവം അറിയത്തില്ല, പോയി നോക്കണം. ആപ്പിൽ നോക്കിയപ്പോൾ സെൻട്രൽ ട്രെയിൻ കിടപ്പുണ്ടെന്ന് കാണിക്കുന്നു. നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല. 1, 2, 3 ഒരെണ്ണം കിടക്കുന്നു. നോക്കട്ടെ. അങ്ങ് അറ്റത്താണ് കേട്ടോ. ഓക്കെ, ബേറ്റ് പ്ലാറ്റ്ഫോം. കന്നഡയില്ല, ലേഡീസ് ഓൺലി. ഇംഗ്ലീഷ് മലയാളം. അപ്പോൾ നമ്മൾ നമ്മുടെ ബോഗി തിരക്കി നടക്കുവാണ് ഗൈസ്. ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് 3ാമത്തെ എന്തോ ആണ് നമ്മൾ ആപ്പിൽ കണ്ടത്. ഓക്കെ ബോസ്, എന്താണ് അവൻ്റെ കാണും? സൺഗ്ലാസ് ഉണ്ടോ അതിൻ്റെ? ഓക്കെ. എടാ അനീഷേ, അതുള്ളിൽ ചെന്നപ്പോൾ നിനക്ക് എന്തെങ്കിലും ഫീൽ ഉണ്ടോ? എനിക്ക് അതൊന്ന് ഇത്തിരി കൂടെ ഒന്ന് കൂട്ടിയത് പോലെയുണ്ട്. സംശയമുണ്ട്. ഓക്കെ സാർ, ഓപ്പൺ സാർ. എന്ത് ഓപ്പൺ ആവാതെ? നമ്മുടെ നാട്ടിലേക്ക് പോവുകയാണ്. ട്രെയിനിൽ കയറിയിട്ട് സീറ്റ് കൊണ്ടുപിടിക്കാൻ 2 പേര് പോയിട്ടുണ്ട്. ഓക്കെ, അതെ അതെ, അവരെ ഫോളോ ചെയ്യും. നമ്മളെ ട്രെയിനിൽ കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ച് പിന്നെ നല്ലൊരു ഉറക്കമായിരുന്നു കേട്ടോ. നല്ലൊരു ഉറക്കമായിരുന്നു. നല്ല രീതിക്ക് റെസ്റ്റ് എടുത്തു. ഇപ്പം നമ്മളിപ്പോൾ കൊല്ലം ജംഗ്ഷനായി. അതായത് നമ്മുടെ അജയ് ഇവിടെ ഇറങ്ങും. അജയെ വിളിച്ചുണർത്തിയിട്ടുണ്ട്. അജയ് ഇവിടെ ഇറങ്ങും. നമ്മുടെ അജയുടെ നാടായ കൊല്ലം എത്തിയിരിക്കുകയാണ്. നമ്മുടെ ചെറുക്കൻ ഇവിടെ ഇറങ്ങുകയാണ്.
അപ്പോൾ നമ്മുടെ ചെക്കനെ യാത്രയാക്കട്ടെ. ചൂട് കാപ്പി അടിച്ചാലേ ഇല്ല അപ്പം അടുത്ത ഷൂട്ടിന് കാണാം. വർക്കൗട്ട് വർക്കൗട്ട് സെറ്റ് ചെയ്യാം. നീ പോയി സെറ്റ് ചെയ്യ്, ബോഡി സെറ്റാക്കേ. അപ്പോൾ 16 ഇല്ല, കാപ്പി അടിക്കാനുള്ള ടൈമില്ല. വിളി അവിടെ എല്ലാം പോയി കിടന്നു. അവിടെ എല്ലാം കിടന്നാ മതിരാ, ആരും ഒന്നും പറയൂല. അപ്പുറത്ത് അവിടെ പോയി ചായ മടയൊക്കെ കുടിച്ച് സെറ്റായിട്ടില്ലേ. 16 ബോഡി സെറ്റാക്ക്. ഇതിലേക്ക് ഇറങ്ങാനുള്ള സമയമായി. ഇനി ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഏതാനും നിമിഷങ്ങൾക്കകം വർക്കല എത്തും. ഞാനും ഈ ട്രെയിനിൽ നിന്ന് ഇറങ്ങും. പിന്നെ നമ്മൾ അനീഷ് മാത്രമേ ഉള്ളൂ. പുള്ളി തിരുവനന്തപുരത്ത് ഇറങ്ങും. കുറച്ച് ദൂരം കൂടിയുള്ളൂ കേട്ടോ തിരുവനന്തപുരത്തേക്ക്. സമയം ഇപ്പോൾ 2:30 മണി കഴിഞ്ഞു. 3 മണിയാകുമ്പോഴത്തേക്കും വർക്കല എത്താൻ സാധ്യതയുണ്ട് അല്ലേ? അങ്ങനെയല്ലേ? പറഞ്ഞാൽ ഈ സൈഡൊക്കെ ഭയങ്കര വേദന. അപ്പോൾ എൻ്റെ നാടായ വർക്കല എത്തിയിരിക്കുകയാണ് കേട്ടോ സുഹൃത്തുക്കളെ. ഞാനിവിടെ ഇറങ്ങും. നമ്മുടെ അജയ് ബ്രോ കൊല്ലത്തിറങ്ങി. ഇനി അനീഷ് ബ്രോ വന്നിട്ട് ട്രിവാൻഡ്രത്തിറങ്ങും. പിന്നെ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ഹുസൈൻ ബ്രോ ഇറങ്ങിയ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയി കേട്ടോ. അത് എൻ്റെ കയ്യിൽ നിന്ന് പോയതല്ല, ഞാൻ വേറൊരു ഫോണിലാണ് എടുത്തത്. പുള്ളിക്കാരൻ്റെ ഫോണിൽ നിന്ന് വീഡിയോ പോയി. അത് എന്താ പറയുക, ഹുസൈൻ ബ്രോ സോറി ബ്രോ, വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമായി പോയി. കളയാ കാണാം. ഓക്കെ കാണാം. 16-ാം തീയതി കാണാം. സെറ്റ് ചെയ്യാം. നീ വർക്കൗട്ടിന് പോകില്ല? ഞാൻ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയേ, വർക്കല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇവിടെ നൈറ്റ് ഓട്ടോ എപ്പോഴും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഒരു ഓട്ടോയിൽ വീട്ടിലേക്ക് പോവാം.
കാണുന്ന പാലത്തിൻ്റെ അവിടെ നിർത്തിയാൽ എത്ര ഏട്ടാ? അമ്മയും സുലയും കുഞ്ഞും എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. ഞാനിവിടെ കടന്ന് ചെറിയൊരു ഉറക്കം ഉറങ്ങാം. രാവിലെ അവരെ വിളിച്ചുണർത്തി സംസാരിക്കാം. ബാക്കിൽ പെണ്ണുങ്ങൾ നീ മലപ്പുറം പോലെ ഇറങ്ങിയത് ഇവൻ